ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കായ, ചെമ്മീൻ എല്ലാം കൂടി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ്. നമ്മുടെ പഴയ ഒരു കറിയാണ്. നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും കൂടി വീട്ടിലിരിക്കുമ്പോൾ അമ്മമാർക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും അതും കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോളും, പുറത്തെങ്ങും പോകില്ല. പിന്നെ ഇപ്പോൾ മാങ്ങയുടെ കാലമാണ്, ചക്കക്കുരുവിൻ്റെ കാലമാണ്. അതുപോലെ തന്നെ മുരിങ്ങാക്കോലും അത്യാവശ്യം എല്ലാ വീടുകളിലും ഉണ്ടാവും. ചെമ്മീൻ കിട്ടാൻ മാത്രമാണ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉണക്ക ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് വറുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടാൽ മതി. അപ്പോൾ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരമായ ഒരു കറിയാണ് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കോല്, ചെമ്മീൻ എല്ലാം കൂടി തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് ചെമ്മീത്തിലേക്ക് ഒരു കഷ്ണം കുടംപുളി, ഒരു ചെറിയ കഷ്ണം കുടംപുളി നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്, പുളിക്കും വേണ്ടിയാണ്, ടേസ്റ്റിന് വേണ്ടിയാണ്. മാങ്ങ ഇടുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളൊരു കഷ്ണം കുടംപുളി ഇട്ട് നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീത്തിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം കുടംപുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ചെമ്മീൻ വേവിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ചക്കക്കുരു ഇട്ട് വേവിക്കുന്നുള്ളൂ. ചെമ്മീത്തിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് കുടംപുളിയും കുറച്ച് ചെമ്മീനും കൂടി ഞാൻ മാറ്റി വെക്കുകയാണ്. അതെന്താ കാരണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും ചെമ്മീൻ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു ഇട്ട് ഇതിൽ വേവിക്കാം. ഈ ചെമ്മീനും ഇതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരും ഇട്ട് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, മുരിങ്ങാക്കോലും കൂടി ഇടാനുള്ളതാണ്. ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചക്കക്കുരു മുരിങ്ങാക്കോലും കൂടി ഒരുമിച്ച് ഇടാഞ്ഞത്. ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങാക്കോലിടാം. അപ്പോൾ ചക്കക്കുരു ഏകദേശം ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി മുരിങ്ങാക്കോലിൻ്റെ കൂടെ കിടന്ന് ബാക്കിയുള്ള വേവ് ആയിക്കോളും. അപ്പോൾ നമുക്കിനി മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്കും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങാക്കോല് താന്ന് കിടക്കണില്ല. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ചാറായിപ്പോവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. തേങ്ങ അരക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തേങ്ങ അരക്കാം, വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് തേങ്ങ അരക്കണം. അപ്പോൾ ഇനി ചെമ്മീനും ചക്കക്കുരും മുരിങ്ങാക്കോലും കൂടി കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോലും ചക്കക്കുരും ഏകദേശം ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചതെന്നറിയാവോ? ഓരോന്നത്തിനും ഓരോ ടൈപ്പിലുള്ള വേവാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേവിച്ചത്. ഇനി മാങ്ങയും കൂടി ഇടുമ്പോഴേക്കും മാങ്ങയുടെ വേവും കൂടി ആകുമ്പോഴേക്കും ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് വെന്തോളും. അപ്പോൾ ഞാൻ മുരിങ്ങാക്കോല് 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ചെറിയ മുരിങ്ങാക്കോലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയുള്ളൊരു മാങ്ങയുടെ ഒരു 3/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. മാങ്ങ ചെറുതായിട്ടൊന്ന് ചെനച്ചതാണ്. ചെനച്ച മാങ്ങ ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചമ്മന്തിക്കൊക്കെ അരക്കുമ്പോഴില്ലേ ചെനച്ച മാങ്ങയിട്ട് അരച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ കിട്ടുമ്പോൾ ചക്കക്കുരു കിട്ടില്ല, ചക്കക്കുരു മാങ്ങയും കൂടി കിട്ടുമ്പോൾ ചെമ്മീൻ ഉണ്ടാവില്ല. ഞാനിത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം കൂടി ഒപ്പിച്ചെടുത്തത്. കണ്ടോ, അപ്പോഴേക്കും മാങ്ങ ചെനച്ചതായിപ്പോയി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ നിൽക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുടംപുളി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉപ്പ് പിടിക്കണം. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് എല്ലാം ഒന്ന് വേവണ വരെയും കാത്തിരിക്കാം.
കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, എൻ്റെ നഖത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നുപോയ കാര്യമാണ്, നിങ്ങളൊന്ന് ഓർത്ത് ചെയ്യണം കേട്ടോ. നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് വെക്കണല്ലേ, അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് മുരിങ്ങാക്കോലൊക്കെ. ചക്കക്കുരുവിൻ്റെ അവസ്ഥ, ചക്കക്കുരു വെന്തിട്ടുണ്ട് കണ്ട. കറിയിലേക്ക് അരക്കാൻ വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ പച്ചത്തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ്. പിന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, ആ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ല വെണ്ണ പോലെ അരച്ചിട്ട് വരാം. എണ്ണ പോലെ നമുക്ക് അരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സോറി, തേങ്ങയുടെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. ഇനി തേങ്ങ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മുരിങ്ങാക്കോലിന് ഉപ്പും പുളിയും ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ചാറ് കൂട്ടിയാൽ മതി, വേറെ ഒരു കറിയും വേണ്ട. തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അപ്പോൾ നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞു. ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുതെന്നാണ് പറയാറുള്ളത്. ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ ചാറ് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി കടുക് വറുക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ചട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ കാശിക്ക് വേണ്ടി ഒരു പപ്പടം വറുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ, അതുകൊണ്ടാണ്. കടുകിട്ടു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിങ്ങനെ മഞ്ഞക്കറിയായിട്ടിരിക്കുമ്പോൾ ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല, ചെമ്മീനൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ല ഭംഗിയുള്ള കറി കാണാൻ, അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുക കേട്ടോ എല്ലാവരും. തക്കാളിക്കുരു, വീട്ടിലുള്ള തക്കാളി തന്നെ കുരു എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചട്ടിയിലൊക്കെ പാകി വെച്ച് കഴിഞ്ഞാൽ തക്കാളി ചെടി ഉണ്ടാവും. അതുപോലെ തന്നെ വീട്ടിൽ വാങ്ങുന്ന ഉണക്കമുളക് നല്ല വലുത് നോക്കിയെടുത്തിട്ട് അതിൻ്റെ വിത്ത് പാകണമെങ്കിൽ നമുക്ക് നല്ല പച്ചമുളക് ചെടി കിട്ടും. പിന്നെ ഒരു മുറം പച്ചക്കറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ തന്നിട്ടുള്ള പാക്കറ്റില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ചേർന്നിട്ട് ഭക്ഷണം പാകം ചെയ്യുക, എല്ലാവരും ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീട്ടിലൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ എല്ലാവരും ഒരു ലക്ഷ്മണരേഖയൊക്കെ വരച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക.